മച്ചാന്മാരെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ സ്വന്തം നാട്ടിലെ പള്ളിയും അവിടുത്തെ നോമ്പ് തുറക്കൽ വിശേഷങ്ങളും ഒപ്പം റമദാൻ മാസത്തിലെ സ്പെഷ്യൽ കഞ്ഞിയും ഉണ്ടാക്കുന്ന രീതിയും എല്ലാം ചേർന്നൊരു വീഡിയോ ആണ് ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ലോക മുസ്ലിമീങ്ങൾ സന്തോഷത്തിൻ്റെയും ആഘോഷത്തിൻ്റെയും നിറവാർന്ന സുദിനങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. റമദാൻ വ്രതമാസക്കാലം ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആത്മീയപരമായും ശാരീരികപരമായും ഉന്നതി പ്രാപിക്കാൻ മനുഷ്യനെ പ്രാപ്തമാക്കുന്ന ഒന്നാണ്. തേങ്കുറിശ്ശി പഞ്ചായത്തിലെ മഞ്ഞളൂര് എന്ന ഗ്രാമത്തിൽ വള്ളിക്കാട് അൻസാറുൽ ഇസ്ലാം ജുമാ മസ്ജിദിൽ വളരെ സാഹോദര്യത്തിലും മതസൗഹാർദ്ദത്തിലും കടന്നു പോകുന്ന ഒരു മാതൃകാ ഗ്രാമമാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യപരമായും ആത്മീയപരമായും ഉന്നതിയിലേക്ക് മനുഷ്യനെ പരിണാമം കൊണ്ടുവരാൻ പ്രാപ്തമാക്കുന്ന ഒന്നാണ് റമദാനിലെ വ്രതം. റമദാൻ സമൂഹത്തിന് നൽകുന്ന സന്ദേശം സഹനവും ക്ഷമയും സാഹോദര്യവും സഹവർത്തിത്വവും എല്ലാമാണ്. ഇഫ്താറിലും അതുപോലെ തന്നെ റമദാനിൻ്റെ രാത്രികാലങ്ങളിലുള്ള ആരാധനകളിലും സാഹോദര്യത്തിൻ്റെ ഉത്തമമായ ഉദാഹരണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. വള്ളിക്കാട് ജുമാ മസ്ജിദിനെ സംബന്ധിച്ചിടത്തോളം വർഷങ്ങളായി നോമ്പുതുറയും വിപുലമായ നോമ്പുതുറയും തറാവീഹ് നിസ്കാരവും ആഘോഷങ്ങളുടെ നിറച്ചാർത്തു നൽകി റമദാനിനെ സമ്പുഷ്ടമാക്കുന്നു. വംശീയതയുടെയും വർഗീയതയുടെയും ലഹള കൂട്ടുന്ന ഈ ആസുരകാലത്ത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ് മഞ്ഞളൂരിനെ സംബന്ധിച്ചിടത്തോളം വള്ളിക്കാട് ജുമാ മസ്ജിദ്. ഇതിൻ്റെ പ്രദേശം എല്ലാ മതവിശ്വാസികളും ഉൾക്കൊള്ളുന്ന ഒരു ഗ്രാമം ആണ് എന്നാണ്. എല്ലാ മതവിശ്വാസികളും തിങ്ങിപ്പാർക്കുന്ന വള്ളിക്കാടിൻ്റെ ഗ്രാമപ്രദേശങ്ങളിൽ വളരെ സ്നേഹത്തോടുകൂടെയും സഹവർത്തിത്തോടുകൂടിയും മതസൗഹാർദ്ദത്തോടുകൂടെയുമാണ് എല്ലാവരും കഴിഞ്ഞു പോകുന്നത്. അങ്ങുമിങ്ങും സാഹോദര്യം പങ്കുവെച്ചും മധുരം പങ്കുവെച്ചും സ്നേഹം പങ്കുവെച്ചും കടന്നു പോകുന്ന സാഹചര്യങ്ങളാണ് ഇന്ന് വള്ളിക്കാടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കാണാൻ കഴിയുന്നത്. മച്ചാന്മാരെ, നമ്മളിനി കാണാൻ പോകുന്നത് റമദാൻ മാസത്തിലെ സ്പെഷ്യൽ കഞ്ഞി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ്. അതിലോട്ട് കിടക്കാം. ആദ്യം നമ്മൾ എണ്ണ ഒഴിച്ചു, പാത്രത്തിൽ എണ്ണ ഒഴിച്ചു. എണ്ണ നല്ല ചൂടായി വരുമ്പോൾ നമ്മൾ കടുകിട്ട് കൊടുക്കണം കേട്ടോ. കടുകിട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ശേഷം നമ്മൾ ജീരകം ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം നമ്മൾ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു. അതുപോലെ പച്ചമുളക് നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുത്തു. ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. അതൊന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ ചെറിയുള്ളിയും സവോളയും അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അതും ഇതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക.
നല്ല സവോളയും ചെറുള്ളിയും നമ്മൾ ഈ എല്ലാം നന്നായിട്ട് മൂത്ത് വരണം. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഉപ്പാണ്. നമ്മൾ ഏകദേശം 5 കിലോ മേലെ അരിയാണ് നമ്മൾ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കുക. നല്ലപോലെ നമ്മുടെ സവോളയൊക്കെ നന്നായിട്ട് മൂത്ത് വരണം. മൂത്ത് വരുമ്പോൾ നമ്മൾ തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി ഇട്ട് നന്നായിട്ട് ഒന്നുകൂടി മൂപ്പിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ നല്ലപോലെ അതൊന്ന് പരിവാക്കി എടുക്കുക. അതിനുശേഷം നമ്മൾ മല്ലിയിലയാണ് ഇട്ട് കൊടുത്തത്. മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ പട്ട, കറാമ്പൂ പൊടിച്ചതാണ് കേട്ടോ, അതും കൂടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് അതിനെ മിക്സ് ചെയ്തെടുക്കുക. നല്ലപോലെ എല്ലാ ഭാഗത്തും ചേർന്ന പോലെ അടിപ്പിടിക്കാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ശേഷം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കിയാണ് അത് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതും ഇതുപോലെ നന്നായിട്ട് എല്ലാവിടെയും അടിപ്പിടിക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്ന് മൂത്ത് വരുന്നവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ തേങ്ങ അരച്ചെടുത്താണ് അതും ഇതിനോടൊപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതുപോലെ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. ശേഷം നമ്മൾ നന്നായിട്ട് അതൊന്ന് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ചൂടാക്കി എടുക്കുക. നല്ലപോലെ ആയി വരട്ടെ. കുറച്ചുകൂടി നന്നായിട്ടൊന്ന് അതെല്ലാം ഒന്ന് സെറ്റായി വരാനായിട്ട് കുറച്ചൊന്ന് നല്ല ആക്കി കൊടുക്കുക. ആവശ്യമെങ്കിൽ കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുക. കാരണം നമ്മൾ ഇത്രയും സാധനങ്ങൾ ചേർത്തുകൊണ്ട് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കാം. ഇനി അത് മൂടി വയ്ക്കുകയാണ്. ഇനി അതൊന്ന് നല്ലപോലെ ആയി വരണം. നല്ലപോലെ മൂത്തൊന്ന് എല്ലാവിടെയും ഒന്ന് സെറ്റായി വരാനായിട്ട് നമ്മളൊന്ന് അടച്ച് വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നല്ലപോലെ തീയൊന്ന് നന്നായി കത്തുന്നുണ്ട്. ഏകദേശം നമ്മുടെ ഇതെല്ലാം ഒന്ന് നന്നായിട്ട് ആയി വന്നിട്ടുണ്ട്. എല്ലാം ഒന്ന് നല്ലപോലെ മസാലയൊക്കെ പിടിച്ച് നമ്മുടെ മല്ലിയിലയും എല്ലാം മറ്റേ പട്ടാക്കറാമ്പും എല്ലാം പിടിച്ച് തന്നെ നല്ല മണം വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഈ പാത്രം ഏകദേശം 3/4 ഭാഗം നിറയുന്നവരെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഫ്രണ്ട്സ്, ഈ ഒരു പള്ളിൻ്റെ സ്വന്തം കിണറുണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ ഈ ഒരു പരിസരവാസികളായിട്ടുള്ള എല്ലാവരും കുടിവെള്ളം എടുക്കുന്നത്. ഈ ഒരു പള്ളിയിൽ നിന്നാണ്. ഫിൽറ്റർ വെള്ളവും ഇവിടെ ഉണ്ട്. നമ്മൾ ഏകദേശം വെള്ളമൊക്കെ ഒഴിച്ചു കഴിഞ്ഞു. ഇനി നമ്മൾ അരി ഇടണം. അപ്പോൾ അരി അതിനായിട്ട് നമ്മൾ ഏകദേശം 5 കിലോ മേലെയാണ് കേട്ടോ ഈ കഞ്ഞിക്കായിട്ട് അരി എടുത്തിരിക്കുന്നത്. വെള്ളം നന്നായിട്ട് തിളയ്ക്കണം കേട്ടോ. നമ്മൾ ഏകദേശം 3/4 ഭാഗം മേലെ വെള്ളം എടുത്തിട്ടുള്ളതുകൊണ്ട് അത് നന്നായിട്ട് തിളയ്ക്കണം. തിളച്ച് വരുമ്പോഴാണ് നമ്മൾ ഈ അരി അതിലോട്ട് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് ഇളക്കണം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് നന്നായിട്ട് ഇളക്കണം. കാരണം ഇത്രയും ഒരുപാട് ആൾക്കാർക്ക് കഴിക്കേണ്ടതായതുകൊണ്ട്, കാരണം ഇത്രയും അധികം ഉള്ളതുകൊണ്ട് അടിപ്പിടിക്കാൻ നോക്കണം. അതിനായിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നന്നായിരിക്കും. നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പം തിളച്ച് വരുമ്പോൾ നമ്മളതിൽ ഗ്രീൻ പീസ്, അതായത് പട്ടാണി കടല വെള്ളത്തിലിട്ട് എടുത്താണ് അത് നമ്മളതിലോട്ട് ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത് നല്ലപോലെ വെന്ത് ഒരു പരുവമാവും. അപ്പോൾ നമ്മൾ മല്ലിയില ഒന്ന് ചേർത്ത് കൊടുത്തു. അതുപോലെ കറിവേപ്പില എല്ലാം നമ്മളതിന് മേലെ ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ നമ്മൾ നെയ്യാണ് ചേർക്കുന്നത് കേട്ടോ. അവസാനമായിട്ട് നമ്മൾ നെയ്യും കൂടി അതിനോടൊപ്പം ചേർത്ത് കൊടുക്കുകയാണ്. നെയ്യും കൂടി ചേർത്ത് കൊടുത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളത് അടച്ച് വയ്ക്കുക ചെയ്യുന്നത്. ഇനി നല്ലപോലെ തീ കത്തിച്ച് നല്ലപോലെ വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ റമദാൻ സ്പെഷ്യൽ കഞ്ഞി റെഡിയായി. കഞ്ഞിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് എല്ലാവർക്കും കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ പരിസരവാസികളായിട്ടുള്ള എല്ലാവരും, അത് ഈ ഒരു എല്ലാ മതക്കാരും, കഞ്ഞി ആവശ്യമുള്ള ആർക്ക് വേണമെങ്കിലും നമുക്ക് കഞ്ഞി പോയി വാങ്ങാം.
കഴിക്കാം. വളരെയധികം നല്ലൊരു എന്താ പറയുക ടേസ്റ്റാണ് കേട്ടോ. ഈ ഒരു കഞ്ഞിക്ക് സ്പെഷ്യൽ കഞ്ഞിയാണ്. ഒരു റമദാൻ മാസത്തിൽ മാത്രമല്ല, നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ശരീരത്തിന് നല്ലൊരു കഞ്ഞി കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് ഈ ഒരു കഞ്ഞി സ്പെഷ്യലായിട്ട് ഞാൻ പരിചയപ്പെടുത്താൻ തന്നെ കാരണം അതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിസരവാസികളായിട്ടുള്ള എല്ലാവരും, ഒരു ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും ഈ കഞ്ഞി ഈ ഒരു മാസം, ഈ റമദാൻ മാസം 30 ദിവസം എല്ലാവരും കഞ്ഞി മേടിച്ച് കൊണ്ടുപോയി വീട്ടിൽ നിന്ന് കഴിക്കാറുണ്ട്. ഞാനും മേടിച്ച് കഴിച്ചിട്ടുണ്ട് ഒരുപാട്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റും എല്ലാം നമ്മൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കായിട്ട് പ്രത്യേകം ഈ ഒരു വീഡിയോ, ഈ കഞ്ഞി സ്പെഷ്യൽ കഞ്ഞി നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കുന്നത് രീതി എല്ലാം നിങ്ങൾക്കായിട്ട് പരിചയപ്പെടുത്തിയത് അതുകൊണ്ടാണ് കേട്ടോ. അച്ഛന്മാരെ, അപ്പോൾ നമ്മൾ ഇനി കാണുന്നത് നോമ്പ് തുറക്കൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഭക്ഷണ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതിനോടൊപ്പം ഞാനും കൂടുന്നുണ്ട്. ആ കാഴ്ചകൾ നമുക്ക് കാണാം. അപ്പോൾ മച്ചാന്മാരെ, നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കാൻ മറക്കരുത്. ഒപ്പം തന്നെ നിങ്ങളുടെ കമൻസുകൾ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങളുടെ കമൻസുകൾ അറിയിക്കുക. അതിനോടൊപ്പം തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ആളുന്നൊരു ഓപ്ഷൻ ഉണ്ട്, അതുകൂടി ഒന്ന് എനേബിൾ ചെയ്തിടുക.
അപ്പോൾ ഞാനിടുന്ന വീഡിയോ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. പിന്നെ പ്രത്യേകം എടുത്തു പറയുകയാണ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്നുകൂടി ഒന്ന് പരിഗണിക്കുക. ഒപ്പം ഫ്രണ്ട്സിനായിട്ട് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ വരുന്നതായിരിക്കും. ഓക്കേ.